മരിച്ചാൽ തന്റെ മൃതദേഹം ആശുപത്രികൾക്ക് പഠനത്തിന് വിട്ടു നൽകണോ മതപരമായി സംസ്കരിക്കണോ എന്ന കാര്യത്തിൽ ആർക്കാണ് അധികാരം? വ്യക്തിക്കാണോ കുടുംബത്തിനാണോ? CPM നേതാവായിരുന്ന MM ലോറൻസിന്റെ അടക്കം കാര്യത്തിൽ ഈ തർക്കം നമ്മൾ കണ്ടതാണ്. മൃതദേഹത്തിലെ അവകാശം എന്ന വിഷയത്തിലെ നിയമങ്ങളാണ് കോഡ് ഇന്ന് പരിശോധിക്കുന്നത്. പഠനത്തിന് വിട്ടു നൽകിയ കൊച്ചി സ്വദേശിനിയുടെ മൃതദേഹത്തിനായി മക്കളിൽ ചിലർ ഹൈക്കോടതിയിലെത്തി. മതപരമായ ചടങ്ങുകളോടെ സംസ്കാരം നടത്താനായി മൃതദേഹം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട പരേതയുടെ 7 മക്കളിൽ 3 പേർ നൽകിയ ഹർജി കോടതി തള്ളി. തങ്ങളുടെ സമ്മതമില്ലാതെ മറ്റ് സഹോദരങ്ങൾ ചേർന്ന് അമ്മയുടെ മൃതദേഹം കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൈമാറി എന്നായിരുന്നു മക്കളുടെ പരാതി. മരണശേഷം ശരീരം പഠനത്തിനായി വിട്ടു നൽകാൻ അമ്മ നേരത്തെ തന്നെ സമ്മതപത്രം നൽകിയിരുന്നു എന്ന് മറ്റ് സഹോദരങ്ങൾ കോടതിയെ അറിയിച്ചു. 1957 കേരള അനാട്ടമി ആക്ട് പ്രകാരം ഒരാൾ തന്റെ ശരീരം പഠനാവശ്യത്തിന് നൽകാൻ ആഗ്രഹിച്ചാൽ അത് മെഡിക്കൽ സ്ഥാപനങ്ങൾക്ക് കൈമാറാവുന്നതാണ് എന്ന് കോടതി പറഞ്ഞു. മൃതദേഹം ദാനം ചെയ്യുന്നതിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമ്മതപത്രം എഴുതി നൽകണം. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും സമ്മതപത്രം നൽകാം. മറ്റൊന്ന്, അവകാശികളില്ലാത്ത മൃതദേഹമാണ് പഠനാവശ്യത്തിനായി വിട്ടു നൽകുക. ആശുപത്രിയിൽ മരിച്ച് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ആരും ഏറ്റെടുത്തില്ലെങ്കിൽ പോലീസോ ആശുപത്രി അധികൃതരോ മെഡിക്കൽ കോളേജിന് കൈമാറും. മൃതദേഹം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജ് അനാട്ടമി വിഭാഗത്തിൽ നിന്നും അപേക്ഷ വാങ്ങണം. 2 സാക്ഷികളുടെ ഒപ്പ് വേണം. ആധാർ കാർഡ്, വിലാസം തെളിയിക്കുന്ന രേഖ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ എന്നിവരുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാണ്. ബന്ധുക്കൾ എതിർപ്പറിയിച്ചാൽ മൃതദേഹം ഏറ്റെടുക്കില്ല. മരിച്ച ഉടൻ 6 മണിക്കൂറിനകം മെഡിക്കൽ കോളേജിനെ അറിയിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹമാണെങ്കിൽ പഠനത്തിന് ഏറ്റെടുക്കില്ല. സ്വാഭാവിക മരണമായിരിക്കണം. മരണശേഷം രക്തപരിശോധന നടത്തും. അതിനുശേഷം ഫോർമാലിൻ ചെയ്ത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കും. 1 മുതൽ 3 വർഷം ഉപയോഗിച്ച ശേഷം മൃതദേഹം സംസ്കരിക്കും. അവകാശികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ അസ്ഥി തിരികെ നൽകും. അംഗീകൃത മെഡിക്കൽ കോളേജിന് മാത്രമേ മൃതദേഹം കൈപ്പറ്റാൻ അധികാരമുള്ളൂ. സ്വകാര്യ വ്യക്തി സൂക്ഷിച്ചാൽ അത് 1 വർഷം തടവാണ്. മരണശേഷം ശരീരം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 ഭാഗമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് മൃതദേഹദാനം മൗലിക അവകാശമാണ് എന്ന് ചുരുക്കം.